ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് പോർഷനായ സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയുന്ന സെക്ഷനാണ്. സോ എല്ലാ മക്കൾക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് സ്കിപ്പ് കൗണ്ടിങ് എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സ്കിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ചാടി ഒരു ലിമിറ്റഡ് നമ്പർ നമ്മൾ ചാടിയാണ് നമ്മൾ പോകുന്നത്, അങ്ങ് ജമ്പ് ചെയ്ത് പോവുകയാണ് അല്ലേ. അതാണ് സ്കിപ്പ് എന്നുള്ള വേർഡ് മീനിങ് കൊണ്ട് തന്നെ അതേ സെയിം മീനിങ് ആണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് സ്കിപ്പ് കൗണ്ടിങ് എന്നുള്ളത് നോക്കൂ. സ്കിപ്പ് കൗണ്ടിങ് ഈസ് എ മെത്തേഡ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് by adding the same number each time to the previous number. നോക്കൂ, കൗണ്ടിങ് നമ്പേഴ്സ്. സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യുക. പക്ഷേ കൗണ്ട് ചെയ്യുന്നതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആഡിങ് ദ സെയിം നമ്പർ, ഒരേ നമ്പർ തന്നെയാണ് നമ്മൾ ഓരോ തവണയും ആഡ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഈ നമ്പർ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഈച്ച് ടൈം ടു ദ പ്രീവിയസ് നമ്പർ, തൊട്ട് മുന്നിലുള്ള നമ്പറിൻ്റെ കൂടെ ഒരേ നമ്പർ തന്നെ നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്കിപ്പ് കൗണ്ടിങ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, സ്കിപ്പ് കൗണ്ടിങ് ഈസ് എ മെത്തേഡ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ബൈ ആഡിങ് ദ സെയിം നമ്പർ. അതാണ് അവിടുത്തെ പ്രത്യേകത. ദ സെയിം, നമ്മൾ ഓരോ തവണയും ഓരോരോ നമ്പറല്ല ആഡ് ചെയ്യുന്നത്, ഒരേ നമ്പർ തന്നെ നമുക്ക് തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകണം. ഓക്കെ, ആഡിങ് ദ സെയിം നമ്പർ ഈച്ച് ടൈം ടു ദ പ്രീവിയസ് നമ്പർ. ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് സ്കിപ്പ് കൗണ്ടിങ് ബൈ 2. നമ്മൾ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഒരു സ്കിപ്പ് കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8, 10, 12, 14, 16, 18, 20 ആൻഡ് സോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് എത്ര നമ്പർ വരെ വേണമെങ്കിലും നമുക്ക് എഴുതാം. പക്ഷെ നമുക്ക് അങ്ങനെ എഴുതി പോകാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ അതിൻ്റെ എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. നോക്കൂ, സ്കിപ്പ് കൗണ്ടിങ് ബൈ 2. നമ്മൾ ഏത് നമ്പറിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്? 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണമേ ക്ലാസ്സിൽ. ഓക്കെ, നോക്കൂ, ഹിയർ വി ആഡ് ദ നമ്പർ 2 ഈച്ച് ടൈം. ഇവിടെ നമ്മൾ ഓരോ തവണയും ആഡ് ചെയ്യുന്ന നമ്പർ 2 ആണ്. എന്തുകൊണ്ടാണ് ഈ 2 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഓരോ തവണയും ആഡ് ചെയ്യാൻ കാരണം? നമ്മൾ ഏത് നമ്പറിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് പഠിക്കുന്നത്? 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ്. സോ നമ്മൾ ഓരോ തവണയും ആഡ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? 2 ആണ്. ഓക്കെ, ഹിയർ വി ആഡ് ദ നമ്പർ 2 ഈച്ച് ടൈം ടു ദ പ്രീവിയസ് നമ്പർ ഫ്രം 2. വി ക്യാൻ റൈറ്റ് അസ്, നമ്മളിപ്പം 2 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്ന് നമ്മൾ സ്കിപ്പ് കൗണ്ടിങ് എഴുതി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ മുകളിൽ കാണിച്ച പോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഇവയായിരിക്കും. അപ്പം നമുക്കിതൊന്ന് നോക്കിയാൽ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓരോ തവണയും 2 എന്ന് പറയുന്ന നമ്പറിനെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇല്ലേ. അതിനൊരു എക്സാമ്പിൾ ഞാനൊരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ നമ്പർ ലൈൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇവിടെ നമ്മൾ 2വിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ തവണയും ഈ 2 നമ്പർ വെച്ച് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണം. കണ്ടോ? അപ്പം നമുക്ക് ഇവിടെ നമ്മൾ 0യിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. കണ്ടോ? അപ്പം നമ്മൾ എത്ര നമ്പർ വെച്ച് ജമ്പ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണം? 2 നമ്പർ വെച്ച്. അപ്പം നമ്മൾ നോക്കാം, നമുക്ക് 0യിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ 1. കണ്ടോ? നമ്മൾ എവിടേക്ക് വന്നു? 2 എന്ന് പറയുന്ന നമ്പറിലേക്ക് വന്നു. നമ്മൾ 2വിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ 2 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും എത്ര വട്ടം സ്കിപ്പ് ചെയ്യണം? കണ്ടോ? വീണ്ടും നമ്മൾ 2 വട്ടം സ്കിപ്പ് ചെയ്തപ്പം നമ്മൾ 4 എന്ന് പറയുന്ന ഒരു നമ്പറിലെത്തി. ഓക്കെ, ഇനി അവിടുന്ന് നമ്മൾ വീണ്ടും സ്കിപ്പ് ചെയ്ത് പോവാം. ചാടി പോകണം. കുഞ്ഞുമക്കൾക്ക് മനസ്സിലാകാനായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 6ൽ വന്നു. 6ൽ നിന്ന് നമ്മൾ 2 ടൈംസ് ആണ് ചാടുന്നത്. 2 വട്ടം നമ്മൾ ചാടുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വന്നു, 8ൽ വന്നു. 8ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 2 തവണ ജമ്പ് ചെയ്യണം. 2 തവണ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ 10ൽ വരും. 10ൽ നിന്ന് നമ്മൾ വീണ്ടും 2 തവണ ജമ്പ് ചെയ്യുക. കണ്ടോ? സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ 12ലെത്തി. 12ൽ നിന്ന് വീണ്ടും നമ്മൾ 2 തവണ ജമ്പ് ചെയ്യുമ്പോൾ നമ്മളിവിടെ വന്നു, 14 എന്ന് പറയുന്ന നമ്പറിൽ വന്നു. കണ്ടോ? മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മൾ സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയുന്ന ഇവിടെ
2ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആയതുകൊണ്ടാണ് നമ്മൾ 2 ടൈംസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചാടി നമ്മൾ അടുത്ത നമ്പറിലേക്ക് പോകുന്നത്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന എങ്ങനെ നോക്കിയേ, നമ്മൾ നോക്കിയേ ആദ്യം 0യുടെ കൂടെ നമ്മൾ 2 ആഡ് ചെയ്യുമ്പോൾ 2 ടൈംസ് സ്കിപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 0യുടെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടിയത്. 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ കൂടെ വീണ്ടും ഒരു 2 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4 എന്ന നമ്പറിൻ്റെ കൂടെ വീണ്ടും 2 ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അതങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറായ 2, 4, 6, 8, 12, 10, 12, 14, 16 ഇങ്ങനെ നമുക്കൊരു സീരീസ് ഓഫ് നമ്പേഴ്സ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നമ്പർ 2 ആണ്, 0യിൽ നിന്നല്ല. അത് നമ്മൾ നമ്പർ ലൈൻ എഴുതി ഇതേപോലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ 0യിൽ നിന്ന് എഴുതി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, ഈ കാണുന്ന നമ്പേഴ്സ് നോക്കി. നമ്മൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ നമ്മൾ 2 ആണ് ആഡ് ചെയ്യുന്നത്. ഒരു കാര്യം മറക്കരുത്, സ്കിപ്പ് കൗണ്ടിങ് ബൈ 2 ആയതുകൊണ്ടാണ് നമ്മൾ 2 എന്ന് പറയുന്ന നമ്പർ വീതം നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ നമ്പർ 2 അല്ലേ, 2ൻ്റെ കൂടെ ഒരു നമ്പർ 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. കണ്ടോ, 4ൻ്റെ കൂടെ ഇനി നമ്മളൊരു 2 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 8ൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമ്മൾ ഏത് നമ്മൾ നോക്കി ഓരോ തവണയും നമ്മൾ ആഡ് ചെയ്ത നമ്പർ ഏതാണ് മക്കളെ? നോക്കൂ, ഈ 2 അല്ലേ, ഇവിടെ നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുത്തു, ഇവിടെ നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുത്തു, ഇവിടെയും 2 ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഓരോ തവണയും ആഡ് ചെയ്ത് കൊടുക്കുന്ന നമ്പർ സെയിം ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമുക്ക് ഈ സ്കിപ്പ് കൗണ്ടിങ് വഴി നമ്മളിവിടെ കുറേ നമ്പേഴ്സിന് ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ നമ്പറിനെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് ആക്ച്വലി എന്താണ്? 2 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നോക്കൂ, 2 1s are 2, 2 2s are 4, 2 3s are 6, 2 4s are 8, 2 5s are 10, 2 6s are 12, 2 7s are 14, 2 8s are 16, 2 9s are 18, 2 10s are 20. കണ്ടോ, അങ്ങനെ പോകും. അപ്പം നമുക്ക് സ്കിപ്പ് കൗണ്ടിങ് ബൈ 2 വെച്ച് നമുക്ക് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഏതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെയാണ്? 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ സ്കിപ്പ് കൗണ്ടിങ് ബൈ 3. ഇവിടെ നമുക്ക് എന്താ പ്രത്യേകത? സ്കിപ്പ് കൗണ്ടിങ് ബൈ 3 ആകുമ്പം നമ്മൾ ഓരോ തവണയും എത്ര നമ്പർ വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്യേണ്ടത്? ഒരു സംശയം വേണ്ട, 3 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് ചാടി പോകണം. നമ്മൾ എത്ര നമ്പർ ചാടി പോകണം? 3 നമ്പർ വീതം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണം. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ നോക്കിയേ, കണ്ടോ, സ്കിപ്പ് കൗണ്ടിങ് ബൈ 3 നോക്കിയേ. ഹിയർ വി ആഡ് ദ നമ്പർ 3 ഈച്ച് ടൈം. ഓരോ തവണയും നമ്മൾ ആഡ് ചെയ്ത് പോകുന്ന നമ്പർ എത്രയാണ് മക്കളെ? 3 അല്ലേ? ഹിയർ വി ആഡ് ദ നമ്പർ 3 ഈച്ച് ടൈം ടു ദ പ്രീവിയസ് നമ്പർ. തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ നമ്മൾ ഓരോ തവണയും 3 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്ത് പോകണം. അപ്പം നമ്മൾ 3യുടെ സ്കിപ്പ് കൗണ്ടിങ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്രയാണ്? 3 6 9 12 15 18 21 ഇങ്ങനെ പോകും. നമുക്കിവിടെ അതേപോലെ നമ്പർ ലൈൻ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ 0യിൽ നിന്ന് തുടങ്ങുന്നു എന്ന് വിചാരിച്ചോ. സ്കിപ്പ് കൗണ്ടിങ് ബൈ 3 ആണ്. അപ്പം നമ്മൾ 2 ടൈംസ് അല്ല സ്കിപ്പ് ചെയ്യേണ്ടത്. എത്ര തവണ സ്കിപ്പ് ചെയ്യണം? 3 ടൈംസ് നമ്മൾ സ്കിപ്പ് ചെയ്യണം. അങ്ങനാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയേ, നോക്കിയേ, 1 2 3. കണ്ടോ, നമ്മൾ എവിടേക്ക് വന്നു? 3 എന്ന് പറയുന്ന നമ്പറിലേക്ക് വന്നു. വീണ്ടും നമ്മൾ 3യിൽ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്യണം കേട്ടോ. 1 2 3. കണ്ടോ, എവിടെ വന്നു? 6ൽ വന്നു. വീണ്ടും നമ്മൾ നോക്കിയേ, വീണ്ടും നമ്മൾ 6ൽ നിന്ന് 3 ടൈംസ് പോകണം. 1 2 3. കണ്ടോ, നമ്മൾ എവിടെ വന്നു? 9ൽ വന്നു. അടുത്തത് 9ൽ നിന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യണം, അത് മറക്കരുത്. 1 2 3. അപ്പം നമ്മൾ 12ൽ വന്നു. കണ്ടോ, ഇനി ഇവിടുന്ന് പോയേ 1 2 3. കണ്ടോ, നമ്മൾ 15ൽ വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പരും ഇത് തന്നെയല്ലേ? നോക്കൂ, സ്കിപ്പ് കൗണ്ടിങ് ബൈ 3 എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാ? 3 നോക്കൂ, 3 6 9 12 15 അങ്ങനെ പോകും. കണ്ടോ, നോക്കൂ, അങ്ങനെ തന്നെയല്ലേ കിട്ടും. 3 6 9 12 15 18 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾ സ്കിപ്പ് കൗണ്ടിങ് ബൈ 3 എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ തവണയും നമ്മൾ
3 എന്ന് പറയുന്ന നമ്പർ പ്രീവിയസ് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കൂ മക്കളെ, ഇവിടെ ആദ്യത്തെ നമ്പർ 3 അല്ലേ, നമ്മൾ 3യുടെ കൂടെ ഒരു 3യും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 9. കണ്ടോ, നമുക്ക് 9 അല്ല, 3യുടെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ് കേട്ടോ. തെറ്റിപ്പോയത്, സോറി മക്കളെ കേട്ടോ. അപ്പം നോക്കിയേ, 3യുടെ കൂടെ നമ്മൾ ഒരു 3യും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. ഇതേ ഇവിടെ 6 കിട്ടിയല്ലോ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 6ൻ്റെ കൂടെ നമ്മൾ വീണ്ടും 3 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി. ഇതേ അടുത്ത നമ്പറിന് 9 അല്ലേ കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ 9 എന്ന് പറയുന്ന നമ്പറിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 12. കണ്ടോ, ഇവിടെ 12 അല്ലേ കിട്ടിയത്, നോക്കൂ, 12 അല്ലേ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു പോകണം. അപ്പം ഞാൻ 2ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കൂ, ഇവിടെ നോക്കി നമ്മൾ 3യുടെ സ്കിപ്പ് കൗണ്ടിങ് എഴുതി വെച്ചതും എന്ത് തന്നെയാണ്? 3 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. നോക്കൂ, 1 3s are 3 അല്ലേ, 2 3s are 6. കണ്ടോ, ഇതും എന്താണ്? 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. ഇങ്ങനെ നമുക്ക് 4ൻ്റെ എല്ലാം നമുക്ക് ഏത് നമ്പറിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് കൗണ്ടിങ് എഴുതാം. നമുക്കെല്ലാം ഒന്നിച്ച് പഠിക്കാൻ പാടാണ്. അപ്പം ഞാൻ പ്രധാനമായിട്ടും 1 2 3 എന്ന് പറയുന്ന 2 നമ്പറിൻ്റെത്, അപ്പം 4ൻ്റെതും ചെയ്യുന്ന ഇതേപോലെ തന്നെ. 4ൻ്റെ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ തവണയും 4 ഡിജിറ്റ് നമ്മൾ 4 എന്ന് പറയുന്ന നമ്പർ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് കൗണ്ടിങ് ബൈ 5 നോക്കാം. 5ൻ്റെ സ്കിപ്പ് കൗണ്ടിങ്, ഈ 4ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് നമ്മൾ എഴുതുമ്പോൾ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ നോക്കൂ, സ്കിപ്പ് കൗണ്ട് ബൈ 5. ഇവിടെ നമ്മൾ 5ൻ്റെ സ്കിപ്പ് കൗണ്ടാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ എത്രയായിരിക്കും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? 2 ആണോ? അല്ല. 3 ആണോ? അല്ല. 4 ആണോ? അല്ല. എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 5 തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചാടി പോവുകയാണെങ്കിൽ 5 നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിൽ വേണം നമ്മൾ സ്കിപ്പ് ചെയ്തല്ലേ ചാടി പോകാനായിട്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, ഹിയർ വി ആഡ് ദ നമ്പർ 5. കണ്ടോ, സ്കിപ്പ് കൗണ്ടിങ് ബൈ 5 ആവുമ്പോൾ നമ്മൾ ഓരോ തവണയും ആഡ് ചെയ്ത് പോവേണ്ട നമ്പർ എത്രയാണ് മക്കളെ? 5 ആണ്. കണ്ടോ, ഹിയർ വി ആഡ് ദ നമ്പർ 5 ഈച്ച് ടൈം ടു ദ പ്രീവിയസ് നമ്പർ. തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ 5 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ ആഡ് ചെയ്ത് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് കൗണ്ട് ബൈ 5 എത്രയാണ് കിട്ടുന്നത്? 5 10 15 20 25 30 35 40 45 50 ഇങ്ങനെ പോകും. നമുക്ക് സ്കിപ്പ് കൗണ്ട് ബൈ 5 എഴുതാൻ ഈസിയാണ്. കണ്ടോ, ഇവിടെ സ്കിപ്പ് കൗണ്ട് ബൈ 5 എന്ന് പറയുന്നതും 5ൻ്റെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, സ്കിപ്പ് കൗണ്ട് ബൈ 5 എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ? ഒരു 5 വരും, ദെൻ ഒരു 0 വരും, എഗെയിൻ 5 0 5 0 5 0 ഇങ്ങനെ പോകും നമുക്ക്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാതെ എഴുതാം അല്ലേ. സ്കിപ്പ് കൗണ്ടിങ് ബൈ 5 നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യത്തെ നമ്പർ 5 അല്ലേ, അപ്പം 5ൻ്റെ കൂടെ നമ്മൾ അടുത്ത ഒരു 5 നമ്മൾ ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മളിവിടെ 5 ആഡ് ചെയ്തത്? നമ്മൾ എന്താ പഠിക്കുന്നത്? സ്കിപ്പ് കൗണ്ട് ബൈ 5. 5ൻ്റെ സ്കിപ്പ് കൗണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 തന്നെ കൊടുത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ 5ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് ഇപ്പോൾ 10 കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 10ൻ്റെ കൂടെ വേണം നമ്മൾ അടുത്ത 5 ആഡ് ചെയ്യാൻ. അപ്പം നമുക്ക് എത്ര കിട്ടുന്ന മക്കളെ? 15 അല്ലേ. ദേ നോക്കൂ, അടുത്ത നമുക്ക് 15 കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി 15ൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു 5 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും അല്ലേ. 20 കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യണം? 20യുടെ കൂടെ നമ്മൾ 5 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 25 കിട്ടും. കണ്ടോ, ഇങ്ങനെ നമുക്കിത് കൗണ്ട് ചെയ്ത് പോകാം. അപ്പോൾ സ്കിപ്പ് കൗണ്ടിങ് ബൈ 5 നമുക്ക് എളുപ്പം പഠിക്കാം. എങ്ങനെ പറയണം? 5 10 15 20 25 30 35 40 45 ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞു പോകാം. നമുക്ക് ആ 5 നമ്പർ വെച്ച് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതി പഠിച്ച് വെക്കാമെങ്കിൽ നമുക്ക് എളുപ്പം എഴുതാം. മാത്രമല്ല സ്കിപ്പ് കൗണ്ട് ബൈ 5 എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് കൗണ്ട് ബൈ 10 എന്ന് നോക്കിയാലോ. സ്കിപ്പ് കൗണ്ട് ബൈ 10 എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ വി ആഡ് ദ നമ്പർ, ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട നമ്പർ എന്താണ്? നോട്ട് എഴുതിയപ്പം തെറ്റിപ്പോയതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട നമ്പർ 5 അല്ല. എത്ര ആഡ് ചെയ്ത് കൊടുക്കണം മക്കളെ? 10 ആഡ് ചെയ്ത് കൊടുക്കണം. എത്രയാണ്? 10. അപ്പം സ്കിപ്പ് കൗണ്ട് ബൈ 10 എന്ന് പറഞ്ഞാൽ ഓരോ തവണയും നമ്മൾ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ എത്ര വീതം ആഡ് ചെയ്ത് കൊടുക്കണം? 10 വീതം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്കിപ്പ് കൗണ്ട് ബൈ 10 നോക്കിയേ,
10, 20, 30, 40, 50, 60, 70, 80, 90, 100 അങ്ങനെ പോയിട്ടേ ഇരിക്കും. ഇവിടെ നമ്മൾ ഓരോ തവണയും ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? 10 ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഏതിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് പഠിക്കുന്നത് മക്കളെ? 10ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്താണ്? 10 ആണ് അല്ലേ? 10ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കിപ്പ് കൗണ്ട് ബൈ 10 ആയതുകൊണ്ട് അടുത്ത ഒരു 10 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇല്ലേ? ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് മക്കളെ? 20 അല്ലേ? ദേ രണ്ടാമത് കിട്ടിയത് എത്ര? പ്രീവിയസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ നോക്കൂ. 10ൻ്റെ കൂടെ നമ്മുടെ സ്കിപ്പ് കൗണ്ടിങ് ബൈ 10ൻ്റെ 10 അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടി. നമ്മൾ ഇനി അടുത്തത് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ആൻസർ 20യുടെ കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അടുത്ത 10 ആഡ് ചെയ്യാൻ. അപ്പം നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. കണ്ടോ? 30 കിട്ടിയില്ലേ? ഇതേ നോക്കൂ, 30 കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ 30യുടെ കൂടെ വീണ്ടും നമ്മൾ 10 ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എത്ര കിട്ടും മക്കളെ? 40. കണ്ടോ? കിട്ടിയില്ലേ? അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ സ്കിപ്പ് കൗണ്ടിങ് ബൈ 10 എന്ന് പറഞ്ഞാൽ നോക്കിയേ, നമ്മൾ ഓരോ തവണയും തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ എത്ര വീതം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം? 10 വീതം നമ്മൾ ആഡ് ചെയ്ത്. നമ്മൾ സ്കിപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ 10 നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിൽ വേണം നമ്മളിങ്ങനെ ചാടി പോകാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ? നമ്മൾ സ്കിപ്പ് കൗണ്ട് ബൈ 5 പഠിച്ചപ്പോഴത്തേക്ക് അവിടെ എന്തായിരുന്നു ഒരു പ്രത്യേകത? ആ സീരീസ് ഓഫ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു 5, ഒരു 0, ഒരു 5, ഒരു 0 അങ്ങനെ പോകും. ഇവിടെ നോക്കൂ, ഇവിടെ സീറോസിൻ്റെ മാത്രം ഒരു കൂട്ടമാണ് അല്ലേ? ഇവിടെ 5 എന്ന് പറയുന്ന നമ്പരേ ഇല്ല. സ്കിപ്പ് കൗണ്ട് ബൈ 10 എന്ന് പറയുമ്പോൾ എന്താണ്? 10, 20, 30, 40, 50 ഇതിനെല്ലാം നമുക്ക് എപ്പോഴും നോക്കിയേ ഇതിൻ്റെ റൈറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ് നോക്കിയാൽ എല്ലാം എന്ത് തന്നെയാണ്? 0. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും അറിയാണ്ട് പോലും 5 എന്ന് പറയുന്ന നമ്പരോ മറ്റൊരു നമ്പരോ കയറി വരില്ല. എന്താണ്? സ്കിപ്പ് കൗണ്ട് ബൈ 10 എന്ന് പറയുമ്പം എന്താണ്? വൺസിൻ്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് എല്ലാം എന്താണ് മക്കളെ? 0 ആണ് അല്ലേ? അപ്പോൾ എളുപ്പമായല്ലേ സ്കിപ്പ് കൗണ്ട് ബൈ 10? അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? സ്കിപ്പ് കൗണ്ട് ബൈ 100 അല്ലേ? അപ്പോൾ സ്കിപ്പ് കൗണ്ട് ബൈ 100 എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ തവണയും തൊട്ട് മുന്നിലുള്ള നമ്പറിൻ്റെ കൂടെ എത്ര വീതം ആഡ് ചെയ്ത് കൊടുക്കണം? നിങ്ങളൊന്ന് എളുപ്പം ആൻസർ പറഞ്ഞ് എത്ര വീതം ആഡ് ചെയ്ത് കൊടുക്കണം മക്കളെ? നമ്മൾ 100 വീതമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 100 വീതം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേ? നമ്മൾ ഏതിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് പഠിക്കുന്നത്? 100ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണ് പഠിക്കുന്നത് അല്ലേ? 100ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആയതുകൊണ്ട് ഓരോ തവണയും നമ്മൾ എത്ര നമ്പർ വീതം ആഡ് ചെയ്ത് കൊടുക്കണം? 100 വീതം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം മക്കളെ? ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പം നോക്കിയേ, നമ്മൾ 100ൻ്റെ സ്കിപ്പ് കൗണ്ട് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? 100, 200, 300, 400, 500, 600, 700, 800 ഇങ്ങനെ പോകും. ഇത് എങ്ങനെ കിട്ടിയത്? നമ്മൾ മുമ്പേ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഇതിൻ്റെ ഫസ്റ്റ് നമ്പർ എത്രയാണ് മക്കളെ? 100 അല്ലേ? 100ൻ്റെ കൂടെ നമ്മുടെ പ്രീവിയസ് നമ്പർ, അതായത് അവിടെ കാണുന്ന ആദ്യത്തെ നമ്പർ എത്രയാണ്? 100 അല്ലേ? നോക്കൂ, ആദ്യത്തെ നമ്പർ 100 അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഈ 100 കൊടുക്കണം. അതെന്താണ് നമ്മൾ ഈ 100 കൊടുത്തത്? നമ്മൾ എന്താ പഠിക്കുന്നത് ഇപ്പോൾ? സ്കിപ്പ് കൗണ്ട് ബൈ 100. നമ്മൾ എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത്? നമ്മൾ എപ്പോഴും നമുക്ക് ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം കേട്ടോ. നമ്മൾ സ്കിപ്പ് കൗണ്ട് ബൈ 100നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കാണുന്ന നമ്പർ 100 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എത്ര എഴുതി കൊടുക്കണം മക്കളെ? 100 തന്നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 100നെ 100 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 0, 0, then 2. കണ്ടോ? നമുക്ക് രണ്ടാമത് കിട്ടിയ ആൻസർ എത്ര മക്കളെ? 200 അല്ലേ? ഇനി എന്ത് ചെയ്യണം നമ്മൾ? ഇനി നമ്മൾ അടുത്ത് എങ്ങനെ ചെയ്യുന്നത്? ഈ 200ൻ്റെ കൂടെ നമ്മൾ ഇനി എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? വീണ്ടും നമ്മൾ 100 ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 0, 0, 3. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 300. ഇനി എന്ത് ചെയ്യണം? ഈ 300ൻ്റെ കൂടെ വീണ്ടും നമ്മൾ 100 ആഡ് ചെയ്ത് കൊടുക്കും. അതായത് ഓരോ തവണയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സെയിം നമ്പർ ആണെന്ന് പഠിച്ചു അല്ലേ? ഓരോ തവണയും സ്കിപ്പ് കൗണ്ടിങ് ബൈ 100 നമ്മൾ ചെയ്യുമ്പോൾ ഓരോ തവണയും 100 വീതം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്കിപ്പ് കൗണ്ടിങ് ബൈ 100 കിട്ടി. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇത് പഠിച്ചിട്ട് ഡെഫിനിഷൻ പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. നമ്മൾ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് നമ്പറിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആണോ എഴുതുന്നത് അതിനെ ആശ്രയിച്ച് വേണം നമ്മൾ ഓരോ തവണയും തൊട്ട് മുന്നിലുള്ള നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇല്ലേ? ഇവിടെ സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്കിപ്പ് കൗണ്ടിങ് ഈസ് എ മെത്തേഡ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ്. സ്കിപ്പ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? നമ്മൾ നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യുക, നമ്മൾ നമ്പേഴ്സിനെ എണ്ണുവാണ് അല്ലേ? എങ്ങനെയാണ് എണ്ണുന്നത്? ബൈ ആഡിങ് ദ സെയിം നമ്പർ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ്? ഓരോ തവണയും നമ്മൾ ഓരോ നമ്പർ അല്ല ആഡ് ചെയ്യേണ്ടത്. എന്താണ്?
സ്കിപ്പ് കൗണ്ടിങ് ബൈ 2 ആണെങ്കിൽ നമ്മൾ ഓരോ തവണയും ഏത് നമ്പർ ആഡ് ചെയ്യണം മക്കളെ? 2 എന്ന് പറയുന്ന നമ്പർ തന്നെ വേണം ആഡ് ചെയ്യാൻ. എവിടെയാണ് ഇത് ആഡ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് നമ്പർ. കണ്ടോ, ഇപ്പം നമ്മൾ ആദ്യം 2വിൻ്റെ കൂടാണ് 2 ആഡ് ചെയ്തത്, കിട്ടിയ ആൻസർ 4 ആണ്. ദെൻ 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്തു, അപ്പോൾ 6 കിട്ടി. അങ്ങനെ നമ്മൾ ചെയ്തു പോകണം. ഇത്രയേ ഉള്ളൂ സ്കിപ്പ് കൗണ്ടിങ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്കിപ്പ് കൗണ്ടിങ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സ്കിപ്പ് കൗണ്ടിങ് ബൈ 2 ആണ്. അപ്പോൾ ഇത് നമ്പറിലെ നമ്മളിവിടെ വരച്ചിട്ടിരിക്കുന്നത് എന്തിനാണ് മക്കളെ? നമ്മൾ ജമ്പ് ചെയ്ത് പോയി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ 2വിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് ആയപ്പോൾ നമ്മൾ എത്ര വീതം ജമ്പ് ചെയ്തു? 2 ടൈംസ് ആണ് നമ്മൾ ജമ്പ് ചെയ്തത് അല്ലേ. ആദ്യം നമ്മൾ ജമ്പ് ചെയ്തപ്പോൾ 2 കിട്ടി, അവിടുന്ന് വീണ്ടും 2 ടൈംസ് നമ്മൾ ജമ്പ് ചെയ്തു, അപ്പോൾ നമുക്ക് 4 കിട്ടി. വീണ്ടും നമ്മൾ 2 ടൈംസ് ജമ്പ് ചെയ്തു, കണ്ടോ, അപ്പോൾ നമുക്ക് 6 കിട്ടി. ഇങ്ങനെ അല്ലേ. ഇവിടുന്ന് നമ്മൾ വീണ്ടും 2 ടൈംസ് ജമ്പ് ചെയ്തപ്പോൾ നമുക്ക് 8 കിട്ടി. ഇങ്ങനെ നമ്മൾ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ നോക്കണം, ഓരോ തവണയും നമ്മൾ 2വിൻ്റെ സ്കിപ്പ് കൗണ്ടിങ് നമ്മൾ എഴുതി വെക്കുമ്പോൾ എ സീരീസ് ഓഫ് നമ്പേഴ്സ് വരും. അതെന്താണ്? 2വിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ ആയിരിക്കും. 3യുടെ സ്കിപ്പ് കൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ 3 എന്ന് പറയുന്ന നമ്പർ വേണം ഓരോ തവണയും നമ്മൾ ആഡ് ചെയ്ത് എഴുതാനായിട്ട്. അപ്പോൾ 3യുടെ സ്കിപ്പ് കൗണ്ടിങ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3യുടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിരിക്കും. അതേപോലെ തന്നെയാണ് 4ൻ്റെതും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് 5ൻ്റെ ആണ്. 5 എന്ന് പറയുമ്പോൾ ഓരോ തവണയും 5 എന്ന് പറയുന്ന നമ്പർ തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കിവിടെ സീരീസ് ഓഫ് നമ്പേഴ്സ് കിട്ടും. സ്കിപ്പ് കൗണ്ട് ബൈ 5 എന്ന് പറയുമ്പോൾ എൻ്റെ പ്രത്യേകത എന്താണ്? ഒരു 5ൻ്റെയും 0സിൻ്റെയും ഒരു നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? സ്കിപ്പ് കൗണ്ട് ബൈ 10. സ്കിപ്പ് കൗണ്ട് ബൈ 10 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ്? ഓരോ തവണയും തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ നമ്മൾ എത്ര വീതം ആഡ് ചെയ്യണം മക്കളെ? 10 വീതം ആഡ് ചെയ്ത് കൊടുത്ത് വേണം എഴുതാൻ അല്ലേ. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ നമ്പേഴ്സിനെ ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം വൺസ് പ്ലേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. 10ൻ്റെ സ്കിപ്പ് കൗണ്ടിങ്. ഇതേപോലെ തന്നെയാണ് 100ൻ്റെ സ്കിപ്പ് കൗണ്ടിങ്. 100ൻ്റെ സ്കിപ്പ് കൗണ്ടിങ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ തവണയും അത് നമ്മൾ ഈച്ച് ടൈം, അതാണ് അവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത്. ഈച്ച് ടൈം ഓരോ തവണയും 100 വീതം വേണം തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 100ൻ്റെ സ്കിപ്പ് കൗണ്ടിങ്ങും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഇത് പഠിച്ചിട്ട് ഇതേപോലെ തന്നെ തനിച്ചെഴുതി നോക്കണം. റഫ് ബുക്ക് എടുത്ത് മക്കൾ തനിച്ചെഴുതി നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ പഠിപ്പിച്ച ഈ ഒരു പോർഷൻ എല്ലാ മക്കൾക്കും ഇഷ്ടമായെന്നും അതുപോലെ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്നും വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പോർഷനുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.